തിരുവനന്തപുരം PA അസീസ് കോളേജിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കോളേജിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലാണ്. മരിച്ചത് കോളേജ് ഉടമയായ മുഹമ്മദ് അബ്ദുൽ അസീസ് താഹ ആണെന്നാണ് സംശയം. VS അനു ഉണ്ട്. അനു, സ്ഥലത്ത് പോലീസും ഫോറൻസിക് സംഘത്തിന്റെയും പരിശോധന നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ആ പരിശോധന പൂർത്തിയായോ? നിലവിൽ പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ്? എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ഈ സംഭവം നടന്നത് എപ്പോഴാണെന്നാണ് നിലവിലെ അനുമാനം? സേതുലക്ഷ്മി, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് PA അസീസ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്ന് പുക വരുന്നത്. ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ കാണുന്നത്. നമ്മൾ ഈ ബ്ലോക്കിൽ നിന്നാണ് ഈ പുക ഉയർന്നതായി കണ്ടത്. തുടർന്ന് ഈ കോളേജ് വാർഡൻ, അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പോലീസിലും വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് ഉൾപ്പെട്ട സംഘം നടത്തിയ പരിശോധനയിലാണ് താഴത്തെ നിലയിൽ നിന്ന് മൃതദേഹം, ഈ കത്തിക്കറി നിലയിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ആരുടേതാണെന്ന് അതായത് ശാസ്ത്രീയമായ തെളിവുകളിലോ അല്ലെങ്കിൽ അത്തരം രീതിയിലോ തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത്രമേൽ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം ഉള്ളത്. എന്നാൽ ചില സംശയങ്ങൾ പറയുന്നത് ഈ കോളേജിന്റെ ഉടമ മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയുടേതാണെന്ന സംശയമാണ് ഇവിടെ നിന്ന് ഈ ജനങ്ങളും ഈ പോലീസും ഒക്കെ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, മൃതദേഹത്തിന്റെ സമീപത്ത് നിന്നും മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയുടെ മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാറ് ഈ കോളേജ് ബ്ലോക്കിൻ്റെ പുറത്ത് പാർക്ക് ചെയ്തിരുന്നു. ഇന്നലെ രാത്രി 11:30 വരെ അദ്ദേഹം ഈ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഉള്ളതായി ഇവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യ തെളിവുകളാണ് ഈ മൃതദേഹം മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയുടേതാണെന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തി ഈ കാര്യങ്ങൾ, ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങൾ തേടുന്നുണ്ട്. നെടുമങ്ങാട് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. നെടുമങ്ങാട് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധർ ഉൾപ്പെട്ട സംഘം ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. മന്ത്രി GR അനിൽ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട്. സാറേ, പിന്നെ ഇങ്ങനെ ഒരു എന്താണ് പോലീസിന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം? പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, ശ്രീ താഹ എന്ന് പറഞ്ഞ ഇതിൻ്റെ MD ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കണ്ണടയാണ് കിട്ടിയെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫോണും ലഭിച്ചിട്ടുണ്ട്. അപ്പം അതിൽ അദ്ദേഹമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ള ലക്ഷണമാണ് കാണുന്നതായിട്ട് പറഞ്ഞത്. ആ റെക്കോർഡ് ചെയ്ത വിവരങ്ങൾ പരിശോധിച്ച് കിട്ടിയാൽ അത് ആരാണ് ഇവിടെ മരണപ്പെട്ടത് എന്നുള്ള വിവരം അറിയാൻ കഴിയും. അതിന് ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല, ദുരൂഹമാണ്. ആ വിവരങ്ങൾ ലഭിച്ചാൽ നമുക്ക് അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് പോകാൻ കഴിയും. വളരെയധികം നന്ദി. നെടുമങ്ങാട് SHO സാർ, നമുക്കിപ്പോൾ നമ്മുടെ എന്തൊക്കെ ഫോറൻസിക് പരിശോധനയൊക്കെയാണ്, എന്തൊക്കെ നടക്കുന്നത്? ഡോക്ടേഴ്സ് പരിശോധിക്കുന്നുണ്ട്, ഫോറൻസിക് ടീമുണ്ട്, ഫിംഗർ പ്രിന്റ് ടീമുണ്ട്. പോലീസിന്റെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നതിനും ഈ അന്വേഷണത്തെ സഹായിക്കുന്നതിനുള്ള എല്ലാ എവിഡൻസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് നമുക്ക് ലഭിച്ചു? നിലവിൽ കുറച്ച് ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. നെടുമങ്ങാട് SHO രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി വിശദീകരിച്ചിട്ടുള്ളത്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഉൾപ്പെട്ട സംഘം മറ്റ് ശാസ്ത്രീയ തെളിവുകളൊക്കെ ഇവിടെ നിന്ന് ശേഖരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ മരിച്ചത് ഈ കോളേജിന്റെ ഉടമ PA മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയാണെന്ന സംശയം തന്നെയാണ് പോലീസും അതുകൂടാതെ തന്നെ മന്ത്രി GR ഉൾപ്പെടെയുള്ളവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അനു, ഇപ്പോൾ നിലവിലെ അസ്വാഭാവിക മരണം എന്ന നിഗമനത്തിൽ തന്നെയല്ലേ പോലീസ് അന്വേഷണം? തീർച്ചയായും ഇതൊരു അസ്വാഭാവിക മരണം എന്ന രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത്. ഈ ടയറും മാലിന്യങ്ങളും ഒക്കെ താഴത്തെ നിലയിൽ കൂട്ടിയിട്ടിട്ടാണ് ഈ ഒരു തീ കത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടയർ ഉരുകി എടുക്കുമ്പോൾ അറിയാം നമുക്ക് തീയുടെ കാഠിന്യം കൂടും. അതുകൊണ്ട് ഈ കൂടുതൽ മൃതദേഹം അങ്ങേയറ്റം കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ അദ്ദേഹത്തിന്റെ നേരത്തെ മന്ത്രി GR സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണട ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സമീപത്ത് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ വാർത്ത നൽകുമ്പോൾ പറഞ്ഞിരുന്ന പോലെ ഈ മരണം ഒരു പക്ഷേ അദ്ദേഹം മൊബൈലിൽ ചിത്രീകരിച്ചിരിക്കാനുള്ള സാധ്യത കൂടി പോലീസ് പറയുന്നുണ്ട്. കാരണം അങ്ങനെയാണ് ഈ മൊബൈൽ സ്ഥാപിച്ചിരിക്കുന്നത്, മൊബൈൽ വെച്ചിരുന്നത്. അതുകൊണ്ട് ആ പരിശോധനയൊക്കെ ഫോറൻസിക് സംഘമാകും നടത്തുക. മറ്റ് പരിശോധനകളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏതായാലും അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു കോളേജിലെ ക്യാമ്പസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ താഴത്തെ നിലയിലാണ് ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ
മുഹമ്മദ് അബ്ദുൽ അസീസ് തായ്ക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതായും നാട്ടുകാരും ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരും ഒക്കെ പറയുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി ഉൾപ്പെടെയുള്ളവ ബാങ്ക് ജപ്തി ഭീഷണിയിലാണെന്നൊക്കെ പറയുന്നു. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇനി വരുന്ന മണിക്കൂറുകൾ സ്ഥിരീകരിക്കാനുണ്ട്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ശരി അനു.